നമസ്കാരം, ഞാൻ ബെന്നി വിശ്വം. വളരെ അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ചാരിറ്റി എന്ന പേരിൽ ഒരുപാട് പേര് പല രീതിയിലും പല തട്ടിപ്പും നടത്തുന്നൊരു സംസ്ഥാനമാണ് നമ്മുടേത്. ഇതിനകത്ത് ഒരുപാട് പേര് വീഴുന്നുണ്ട്, വീഴാത്തവരുണ്ട്. ഇപ്പം അത് പറയാൻ വന്നൊരു കാര്യം, പ്രധാനമായിട്ടും വീടുകളിൽ ചാരിറ്റി സംഘടനകളുടെ പേരിൽ കൂപ്പണുകളും രസീതുകളുമായിട്ട് ഒരുപാട് പേര് നമ്മുടെ വീടുകൾ വരുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഭൂരിഭാഗവും പക്ക തട്ടിപ്പാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനടുത്ത് മനസ്സിലാക്കി ഇങ്ങനെ പിരിവ് കൊടുത്ത് അതിൻ്റെ ഉറവിടങ്ങൾ തേടി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇതൊന്നും ശരിയല്ലാത്ത രീതിയിൽ നടക്കുന്നൊരു സംഭവമാണ്. ചില ഏരിയകളിൽ ഇപ്പോൾ അടുത്തിടെ വന്നൊരു സംഭവം എന്ന് വെച്ചാൽ മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പള്ളി എന്ന സ്ഥലത്ത് നിന്ന് ഒരു ചാരിറ്റി ഒരു ഫൗണ്ടേഷൻ എന്ന സംഭവത്തിൽ പിരിവ് വന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു 2000 രൂപ അവർ വാങ്ങിച്ചു. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് പക്ക ഫ്രോഡാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഇവരൊന്നും ആ നാട്ടുകാരെ അല്ല, പേഴയ്ക്കാപ്പള്ളി എന്നൊരു സ്ഥലത്തു നിന്നുള്ള ആൾക്കാരല്ല. അവരവിടെ ഒരു ചെറിയൊരു റൂം എടുത്തിട്ട് ഇതിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ സംഘടിപ്പിച്ചിട്ട് കളക്ട് ചെയ്യുന്നതിൻ്റെ പകുതി അവരെ കൊടുക്കുക. അങ്ങനെ അവസാനം പോലീസ് സ്റ്റേഷനിൽ അതിന് വേണ്ടിയിട്ടൊരു പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും നമ്മളെ വീട്ടിൽ കളക്ഷനായിട്ട് വരുന്ന ഇതേപോലെ ചാരിറ്റി സംഘടനകളുടെ പേരും പറഞ്ഞു വരുന്നവരുടെ ആധികാരികത ചെക്ക് ചെയ്തിട്ട് അന്വേഷിച്ച് അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ പൈസ കൊടുക്കുക. കുട്ടികളുടെ കാര്യങ്ങളും കാരണം പ്രായമുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പലരും പൈസ വാങ്ങിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരു എത്രത്തോളം ജെനുവിറ്റി ഉണ്ടെന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടതിന് ശേഷം മാത്രം കൊടുക്കുക. ഇതൊരു ജോലിയായിട്ടും ഒരു വരുമാന മാർഗമായിട്ടും കൊണ്ടു നടക്കുന്ന ഒരുപാട് ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. പക്ഷെ ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയൊരു മാഫിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ അവരോട് ഇതിനെ വിളിച്ച് ചോദിച്ചു കഴിയുമ്പോൾ അവർ ഭയങ്കര കട്ടൻട്രി ആയിട്ട് ഭയങ്കര ജെനുവിനിറ്റി ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ സംസാരിച്ച് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇവരുടെ ബാക്കിയുള്ള ബാക്ക് എൻഡ്സ് ടീംസ് ആരാണെന്നൊക്കെ അന്വേഷിച്ച് കഴിയുമ്പോൾ തന്നെ അറിയാം. ഒരാൾ മൂവാറ്റുപുഴ, ഒരാൾ അതിൻ്റെ പ്രസിഡന്റ് പട്ടാമ്പിയിൽ കിടക്കുന്ന ഒരാൾ. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതിനൊന്നൊരു വസ്തുതാപരമായിട്ടുള്ളൊരു അടിസ്ഥാനമില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ വീട്ടിൽ വരുന്നവരെ ഈ ഒരു ചാരിറ്റി ഫണ്ട് എന്ന് പറഞ്ഞ് വരുന്നവരെ പരമാവധി നിരുത്സാഹപ്പെടുത്തി വിടുക. നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒരുപാട് നല്ല രീതിയിൽ നടക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, അവിടെ ഡയറക്റ്റായിട്ട് കൊണ്ടു കൊടുക്കുക. അത്രയേ ഉള്ളൂ.